വെക്ടർ കാൽക്കുലസിലെ നെക്സ്റ്റ് ടോപ്പിക് കർവേച്ചർ ഓഫ് എ പ്ലെയിൻ കർവ്. ഇതൊരു പുതിയ ടോപ്പിക്കാണ്. നമുക്ക് എന്താണ് കർവേച്ചർ, എങ്ങനെയാണ് കർവേച്ചർ കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ അതിനെ റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസും നമുക്ക് നോക്കാം. The rate at which unit tangent vector t turns per unit of length along the curve is called a curvature. അതായത് നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഒരു യൂണിറ്റ് ലെങ്ത്തിൽ എത്രമാത്രം ടേൺ ചെയ്യുന്നു എന്നതിൻ്റെ റേറ്റിനെയാണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. The rate at which unit tangent vector t turns per unit of length along the curve is called curvature. കർവേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നത് k എന്നാണ്. k മീൻസ് കാപ്പയാണ്. ഇവിടെ ഗ്രീക്ക് ലെറ്റർ k, കാപ്പ എന്നാണ് കേട്ടോ വായിക്കുന്നത്. ഇനി ഡെഫിനേഷൻ, അതായത് നമുക്കൊരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനിൽ എങ്ങനെയാണ് കർവേച്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. Let C be a smooth curve defined by R of S, where S is the arc length of the parameter. Then the curvature of C at S is kappa of S equal to modulus of dt by ds equal to modulus of t dash of S, where t is the unit tangent vector. അതായത് നമുക്ക് സി എന്ന് പറയുന്ന ഒരു സ്മൂത്ത് കർവ് ഉണ്ട്. അത് ആർക്ക് ലെങ്ത് പാരാമീറ്ററിന്റെ ടേംസിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സി എന്ന് പറയുന്ന കർവിൽ എസ് എന്ന് പറയുന്ന പോയിന്റിലുള്ള കർവേച്ചർ എന്ന് പറയുന്നത് എന്താ? കാപ്പ ഓഫ് എസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണ്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് എസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആർ ഓഫ് ടിൻ്റെ ടേംസിലാണെങ്കിൽ നമുക്കതിനെ വേറെ ഇക്വേഷൻ ആണുള്ളത്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എസിൻ്റെ ടേംസിലാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ കർവേച്ചർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡി ടി ബൈ ഡി എസ് എടുത്തിട്ട് മോഡുലസ് എടുത്താൽ മതി. എന്നാൽ ടിയുടെ ടേമിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മളുടെ ഡെഫിനേഷൻ. ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം ഡിഫൈൻ കർവേച്ചർ എന്നൊക്കെ ചോദിച്ചേക്കാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കാം. ഇനി ഈ ഡി ടി ബൈ ഡി എസ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന കർവേച്ചർ കാപ്പ ഓഫ് എസ് അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ലാർജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം പിയിലൂടെയുള്ള ടേൺ വളരെ പെട്ടെന്നായിരിക്കണം. ഇനി കർവേച്ചർ, അപ്പോൾ അവിടുത്തെ കർവേച്ചറും വളരെ വലുതായിരിക്കും. ഇനി ഡി ടി ബൈ ഡി എസ് എന്ന് പറയുന്നത് സീറോയ്ക്ക് അടുത്തുള്ള പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ആ ടേണിങ് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അതുപോലെ കർവേച്ചറും വളരെ സ്മോളർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിതിനെ ടിയുടെ ടേംസിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് കർവേച്ചർ കണ്ടുപിടിക്കുക എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ ഒരു ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡെഫിനേഷൻ നമ്മൾ എക്സാംസിന് സാധാരണയായി ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഡെഫിനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനേഷൻ അല്ല, ഒരു ഇക്വേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ ഡെറിവേഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് പറയാതെ എനിക്കിത് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അത് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് സപ്പോസ് എ സ്മൂത്ത് കർവ് വിത്ത് ആർ ഓഫ് ടി ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ടേംസ് ഓഫ് എ സം പാരാമീറ്റർ ടി അതർ ദാൻ ദ ആർക്ക് ലെങ്ത് പാരാമീറ്റേഴ്സ്. അതായത് നമുക്കൊരു സ്മൂത്ത് കർവ് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. അത് ടി എന്ന് പറയുന്ന പാരാമീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. എസിലല്ല, ടി എന്ന് പറയുന്ന പാരാമീറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. ആർ ഓഫ് ടി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. then we can use chain rule to calculate kappa directly as given below. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് കാപ്പയെ കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറയുന്നത് നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് കാപ്പ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് ഓൾറെഡി അറിയാം, ഇപ്പം നമുക്ക് ഈ ടി എന്ന യൂണിറ്റ് നമുക്ക് ആർ ഓഫ് ടിയിലല്ലേ തന്നിരിക്കുന്നത്. ഇപ്പോൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് ആർ ഓഫ് ടിയുടെ ടേംസിലായിരിക്കും. അപ്പോൾ നമുക്ക് കാപ്പ എന്ന് പറയുന്നത് ഡി ടി ബൈ ഡി എസ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. ചെയിൻ റൂൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഇനി വരുന്ന കാൽക്കുലസ് ഓഫ് വേരിയബിൾസിലാണ്. അല്ലല്ലോ, നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ചെയിൻ റൂൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടില്ലേ? അത് തന്നെ. അതായത് ഇവിടെ നമ്മളുടെ ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ടിയിലാണ്, ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ എസിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഡി ടി ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ് എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ ഡി ടി ബൈ ഡി എസിനെ ഔട്ട്സൈഡ് എടുത്തു. അതായത് 1 ബൈ മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി എന്ന് എഴുതാലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി. അതായത് ഞാനിതിനെ 1 ബൈ മോഡുലസ് ഓഫ് ഡി എസ് ബൈ ഡി ടി, ഇതിനെ ഞാൻ ടി ഡാഷ് ഓഫ് ടി എന്ന് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഡി എസ് ബൈ ഡി ടി 1 ബൈ ഡി എസ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എസ് ബൈ ഡി ടി എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ബൈ ദ ഡെഫിനേഷൻ ഓഫ് ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എസ് ഓഫ് ടി, നമുക്ക് എസ് ഓഫ് ടി എന്ന് പറയുന്ന ആർക്ക് ലെങ്ത് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. ഇൻ്റഗ്രൽ ഓഫ് ടി നോട്ട് ടു ടി മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് യു ഡി യു എന്നാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് വി ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, നമ്മൾ ഈ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആൻഡ് യൂസ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. എന്നിട്ട് നമ്മളിവിടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓഫ് ടി നോട്ട് ടു ടി, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടും. അതായത് നമ്മളിവിടെ പറഞ്ഞു
ഈ ഇക്വേഷനിൽ ഡി എസ് ബൈ ഡി ടി ആണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമുക്ക് കാപ്പ ഓഫ് ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്തായി? മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇത് എന്തിൻ്റെ ഇക്വേഷൻ ആണ്? ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് കർവേച്ചർ വെൻ ആർ ഓഫ് ടി ഈസ് ഗിവൺ ഇൻ ടേംസ് ഓഫ് ടി. ഓക്കെ, അതായത് നമുക്ക് ആർക്ക് ലെങ്ത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി തന്നു കഴിഞ്ഞാൽ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. സോ മറന്നു പോകരുത്, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ആർ ഓഫ് ടി, അതായത് ടി എന്ന് പറയുന്ന പാരാമീറ്ററിലാണ് നിങ്ങൾക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് തന്നിരിക്കുന്നതെങ്കിൽ കർവേച്ചർ അറ്റ് ദ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കെ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇതിൽ ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി, അല്ലെങ്കിൽ നമുക്ക് ടാൻജന്റ് വെക്ടർ ആണെന്ന് പറയാം. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസ് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രോബ്ലംസ് തരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് എന്തിലായിരിക്കും തരുന്നുണ്ടാവുക? ആർ ഓഫ് ടിയിലായിരിക്കും തരുന്നുണ്ടാവുക. എക്സിൽ തരുന്നത് വളരെ റെയർ ആയിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ കർവേച്ചർ ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. അതായത് നമുക്ക് എ റേഡിയസുള്ള സർക്കിളിൻ്റെ കർവേച്ചർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വിത്ത് സെൻറ്റർ 0, 0 ആയിട്ട് എടുക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം എന്താ നമുക്ക് ആർ ഓഫ് ടി, അതായത് വെക്ടർ ഇക്വേഷൻ എന്താണ്? ദ സർക്കിൾ ഓഫ് റേഡിയസ് എ വിത്ത് സെൻറ്റർ 0, 0 അല്ല, സെൻറ്റർ ആയിട്ട് ഒറിജിൻ കൊടുത്താൽ മതി. ഒറിജിൻ ഈസ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആർ ഓഫ് ടി ഈക്വൽ ടു a cos t I plus a sin t j 0 less than or equal to t less than or equal to 2pi. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ അല്ലേ. നമുക്കിനി അറിയാം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? കർവേച്ചർ ആണ്. കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മൾ പഠിച്ചത്? കർവേച്ചർ ഈക്വൽ ടു, ഇവിടെ ടിയുടെ ടേംസിലല്ലേ ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. അപ്പം നമ്മളുടെ കർവേച്ചർ കാപ്പ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണം? ആർ ഡാഷ് ഓഫ് ടി വേണം, അതുപോലെ തന്നെ ടി ഡാഷ് ഓഫ് ടി വേണം. ടി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ആണ്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. നമുക്ക് ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു, ഇതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ എന്ന് കിട്ടും. ഇവിടെ ഒരു ജെ ഇല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്താ? ടി ഡാഷ് ഓഫ് ടി വേണം. ടി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ, ടി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ അല്ലേ? യൂണിറ്റ് ടാൻജന്റ് വെക്ടർ. യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മളൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ടി ഓഫ് ടി കണ്ടുപിടിക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഓർമ്മയില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആർ ഡാഷ് ഓഫ് ടി ഉണ്ട് നമ്മളെ കയ്യിൽ. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടിയും കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടി ഓഫ് ടി കൂടെ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്താ നോക്കാം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് എ സൈൻ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് ടി ദ ഹോൾ സ്ക്വയർ അല്ലേ? which is equal to എന്താ കിട്ടുക? സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്ന് കിട്ടും അല്ലേ? അപ്പം നമ്മളുടെ എന്ത് കിട്ടി? മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി കിട്ടി. ഇനി നമുക്ക് ടി ഓഫ് ടി കണ്ടുപിടിക്കാം. ടി ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് എ സൈൻ ടി ഐ പ്ലസ് എ കോസ് ടി ജെ ഡിവൈഡഡ് ബൈ എ അല്ലേ? ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ടി ഡാഷ് ഓഫ് ടി, അതായത് നമ്മൾ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ടി ഡാഷ് ഓഫ് ടി മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എന്നല്ലേ? അപ്പോൾ നമുക്ക് ഇനി ടി ഡാഷ് ഓഫ് ടിയും കൂടെ വേണം. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു മൈനസ് സൈൻ ടി ഐയുടെ മൈനസ് സൈൻ ടിയുടേത് മൈനസ് കോസ് ടി ഐ
മൈനസ് സൈൻ ടി ജെ. ഇനി മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് കോസ് ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സൈൻ ടി ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി തന്നെയില്ലേ? ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ കാപ്പ കണ്ടുപിടിക്കാൻ ഇനി കാപ്പ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു കാപ്പ ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഓക്കെ, മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി എ ആണെന്ന് കണ്ടുപിടിച്ചു. സോ 1/a. Therefore the curvature of the circle of radius a is 1/a. Therefore curvature of a circle of radius a is 1/a. This is the answer. നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. Find the curvature of the plane curve r of t equal to ti plus log cos t j minus pi by 2 less than t less than pi by 2. ഓക്കെ, നമുക്ക് കർവേച്ചർ കണ്ടുപിടിക്കണം. അതിൽ കർവ് തന്നിട്ടുണ്ട്, അതും ടിയുടെ ടേംസിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മളുടെ കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സൊല്യൂഷൻ. നമുക്ക് ആർ ഓഫ് ടി എന്താ തന്നിരിക്കുന്നത്? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ലോഗ് കോസ് ടി ജെ. ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? കർവേച്ചർ കണ്ടുപിടിക്കണം. കർവേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. കർവേച്ചർ ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഓക്കെ, ഇനി നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം, ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം ആർ ഡാഷ് ഓഫ് ടിയുടെ ഇക്വേഷൻ നമുക്ക് നോക്കാം. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി ഐ പ്ലസ് ലോഗ് കോസ് ടി ജെ ആണ്. ടി ഐയുടെ ഡിഫറൻസിയേഷൻ ഐ വരും. ലോഗ് കോസ് ടിയുടെ എന്താ വരാം? ലോഗിൻ്റെത് 1 കോസ് ടി, കോസ് ടിയുടേത് സൈൻ ടി ജെ. ഇപ്പോൾ സൈൻ ടി ബൈ കോസ് ടി എന്നാണ് വരാം. സൈൻ ടി ബൈ കോസ് ടി എന്താണ്? ഐ പ്ലസ് ടാൻ ടി ജെ. ഓക്കെ, ദിസ് ഈസ് ദ ആർ ഡാഷ് ഓഫ് ടി. ഇനി നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടിയും കൂടെ കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് ടാൻ സ്ക്വയർ ടി. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ ടി എന്താണ്? 6 സ്ക്വയർ ടി അല്ലേ? 6 സ്ക്വയർ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 6t. അപ്പോൾ നമുക്ക് ആർ ഡാഷ് ഓഫ് ടിയും കിട്ടി. ഇനി നമ്മൾ ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി. ഇതല്ലേ നമ്മുടെ യൂണിറ്റ് ടാൻജന്റ് വെക്ടർ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കിവിടെ എന്താ കിട്ടിയേ? ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 1 കോസ് ടി ഇൻറ്റു മൈനസ് സൈൻ ടി ജെ അല്ലേ വരുന്നത്? അപ്പോൾ ഇവിടെ മൈനസ് ടാൻ ടി ജെ ആയില്ല. കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി അല്ലേ? എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും മൈനസ് ഓഫ് ടാൻ സ്ക്വയർ ടി എന്നുണ്ടാവും. ഓക്കെ, ഇതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ഐ മൈനസ് ടാൻ ടി ജെ എന്നാണ് വരിക. ഓക്കെ, ഐ മൈനസ് ടാൻ ടി ജെ ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 6t അല്ലേ? ഇനി നമുക്കിതിനൊന്ന് വൃത്തിയുള്ള ഫോമിലേക്ക് എഴുതാം. കാരണം ടിയുടെ പാരാമീറ്റർ താഴേക്ക് വന്നിട്ടില്ലേ? നമുക്കൊന്ന് നോക്കാം ജസ്റ്റ്. ഇതിനെ നമുക്ക് 1/6t i എന്ന് എഴുതി മൈനസ് ഇതിനെ നമുക്ക് ടാൻ ടി ബൈ സിക് ടി ജെ എന്ന് എഴുതി. 1/6t എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ടി ജെ മൈനസ് ടാൻ ടി എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ടി ബൈ കോസ് ടി ആണ്. ഇനി സിക് ടി എന്ന് പറഞ്ഞാൽ 1 കോസ് ടി ആണ്. അപ്പോൾ ഞാനിതിനെ കോസ്റ്റിയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ടി ആവും. സൈൻ ടി ജെ, സോറി ഇവിടെ ഐ അല്ലേ, ഭയങ്കര മിസ്റ്റേക്ക് ആണല്ലോ. കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ, കോസ് ടി ഐ മൈനസ് സൈൻ ടി ജെ. ഇനി നമുക്ക് എന്താ വേണ്ടത്? മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി വേണം അല്ലേ? ഫസ്റ്റ് നമ്മൾ ടി ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാം. ടി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു കോസ് ടിയുടേത് മൈനസ് സൈൻ ടി ഐ മൈനസ് സൈൻ ടി ജെയുടേത് കോസ് ടി ജെ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് സൈൻ ടി the whole square plus minus cos t the whole square that is equal to sin square t plus cos square t
ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ കർവേച്ചറിൻ്റെ ഇക്വേഷൻ എന്താണ്? കാപ്പ ഓഫ് ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ടി ഡാഷ് ഓഫ് ടി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ഡാഷ് ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 1 ബൈ ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ച സിക് ടി അല്ലേ, സിക് ടി, ദാറ്റ് ഈസ് 1 ബൈ കോസ് ടി ഈക്വൽ ടു കോസ് ടി. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ കർവേച്ചറിൻ്റെ ഇക്വേഷൻ. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്കിനി പറയാനുള്ളത് സർക്കിൾ ഓഫ് കർവേച്ചറും ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചറും ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.